ചേരാനല്ലൂർ SNDP ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ശ്രീനാരായണ ദിവ്യ പ്രബോധന ധ്യാനയജ്ഞം 2 നാൾ പിന്നിട്ടു. വെള്ളിയാഴ്ച ഭക്തരുടെ വഴിപാടായ മഹാശാന്തി ഹവനം, ജ്യോതി ദർശനം, ദിവ്യ പ്രബോധന ധ്യാനം എന്നിവ തുടർന്നു. ചേരാനല്ലൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രാങ്കണത്തിൽ മെയ് 15, 16, 17, 18 തീയതികളിലാണ് യജ്ഞം. SNDP യോഗം കുന്നത്തുനാട് യൂണിയന്റെ ആശീർവാദത്തോടുകൂടി ചേരാനല്ലൂർ 866 നമ്പർ SNDP ശാഖയുടെ നേതൃത്വത്തിൽ ഗുരുധർമ്മ പ്രചാരണ സഭ, ചേരാനല്ലൂർ യൂണിറ്റ്, ധർമ്മപരിപാലന സഭ എന്നീ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദിവ്യപ്രബോധന ധ്യാനയജ്ഞം 2 ദിവസം പിന്നിട്ടു. ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഭക്തന്മാരുടെ എണ്ണം എടുത്താൽ 1 കോടി ശ്രീനാരായണ ഭക്തന്മാരുള്ളതാണ്. ഇപ്പോൾ അതൊക്കെ സംഖ്യയ്ക്ക് പുറത്തോട്ട് താഴോട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ ചരിത്രമുണ്ട്. എന്നാലും നമുക്ക് പറയാൻ 1 കോടി. ലോകത്തിലെ കത്തോലിക്കരുടെ സംഖ്യ എത്രയെന്ന് അറിയാമോ? 200 കോടി. ലോകത്തുള്ള ക്രൈസ്തവർ മുഴുവൻ നോക്കിയാൽ അത് 400 കോടിയാണ്. ആ ക്രൈസ്തവരുടെ പരമാചാര്യനായ പോപ്പാണ് പ്രഖ്യാപിക്കുന്നത് ശ്രീനാരായണ ഗുരു ഒരു ലോക ഗുരുവാണ്. ഗുരുവിന്റെ ഉപദേശങ്ങൾ ലോക സമാധാനത്തിന് സഹായകമാണ്. പോപ്പിന്റെ പ്രഖ്യാപനം ലോകത്തുള്ള പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ വാർത്തയായി. എത്ര രാജ്യങ്ങളുണ്ടോ, എത്ര ഭാഷകളുണ്ടോ, എത്ര ജനതയുണ്ടോ, അവിടെ എല്ലാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും, ഗുരുവിന്റെ സന്ദേശത്തെക്കുറിച്ചും, ഗുരുവിന്റെ ദർശനത്തെക്കുറിച്ചും, ഗുരുവിന്റെ ചിത്രം അടക്കം പത്രങ്ങളിൽ ലോകമൊട്ടാകെ. ചേരാനല്ലൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ഗുരുദേവ മന്ദിരത്തിൽ മെയ് 15 മുതൽ 4 ദിവസം നീളുന്നതാണ് യജ്ഞം. 15-ാം തീയതി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം മേൽശാന്തി TV ഷിബുശാന്തി പൂർണ്ണകുംഭം നൽകി യജ്ഞവേദിയിലേക്ക് ആനയിച്ച ആചാര്യവരണം ചടങ്ങോടെയാണ് കർമ്മങ്ങൾക്ക് തുടക്കമായത്. ചേരാനല്ലൂർ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ചേരാനല്ലൂർ SNDP 866 നമ്പർ ശാഖയുടെ നേതൃത്വത്തിലും കുന്നത്തുനാട് യൂണിയന്റെ പങ്കാളിത്തത്തോടും കൂടി നടക്കുന്ന ഈ മഹായജ്ഞം വൻപിച്ച വിജയപ്രദമായി 2ാം ദിവസവും ഓടുകയാണ്. ജനപ്രവാഹമാണ് ഇവിടെ. ജനങ്ങളുടെ മനസ്സിനെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ധ്യാനം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പല വ്യക്തികളുടെ പ്രഭാഷണങ്ങളും നടക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ ജനമനസ്സുകളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ ഗുരുദേവ ഭക്തർക്കും ചേരാനല്ലൂർ 866 നമ്പർ ശാഖയുടെ ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ഭക്തരുടെ വഴിപാടായ മഹാശാന്തി ഹവനം, ജ്യോതിസ് ദർശനം, ധ്യാനം, ജപം, ദിവ്യപ്രബോധനം എന്നിവ കൂടാതെ സന്ധ്യയ്ക്ക് സമൂഹ പ്രാർത്ഥനയോടെയാണ് 2ാം ദിന പരിപാടികൾ സമാപിച്ചത്. ശനി, ഞായർ ദിവസങ്ങളിൽ കൂടി ശാന്തി ഹവന യജ്ഞം നടക്കും. ഞായറാഴ്ച വൈകിട്ട് മഹാപ്രസാദ വിതരണം, സമർപ്പണം, ദക്ഷിണ സമർപ്പണം, ആത്മപ്രതിജ്ഞ എന്നിവയോടെ യജ്ഞം പര്യവസാനിക്കും. ആത്മീയമായ പുരോഗതിയിലൂടെ മാത്രമേ കുടുംബവും സമൂഹവും നല്ല രീതിയിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിയൂ എന്ന് ഗുരുദേവൻ കൃതികളിലൂടെ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമി പറയുകയായിരുന്നു ഇന്ന് ധ്യാന പരമ്പരയിലൂടെ. അത് കേൾക്കുകയും ആസ്വദിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ ഇന്ന് ഈ കലികാലത്തിൽ, ഇന്ന് നമ്മുടെ കലുഷിതമായ ഈ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നേർവഴിക്ക് നയിക്കാൻ നമുക്ക് കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിനായി അടുത്ത ദിവസങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ രക്ഷിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളുമായി വന്ന് ഈ ധ്യാന പരമ്പരയിൽ പങ്കെടുക്കുകയും പങ്കാളികളാവുകയും ചെയ്യണം എന്നതാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.